നമസ്കാരം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോൾ നിങ്ങളെ വിട്ടു പോകുന്ന ഒരവസ്ഥയിലാണോ നിൽക്കുന്നത്? നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനോ ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥ. അവർ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇന്ന് ഇതിൽ പറയുന്നത്. അപ്പം അത് കൃത്യമായിട്ട് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങൾ ചെയ്യുന്നത് അത്രയും കോൺസെൻട്രേഷനോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. മനസ്സ് ഏകാഗ്രമാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് മനസ്സിനെ നമ്മൾ വിചാരിച്ച രീതിയിൽ ഏകാഗ്രമാക്കാൻ കഴിയാതെ വരും. കാരണം എപ്പോഴും പല ചിന്തകളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ തലയിൽ വന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു, എന്താപ്പം ഞാൻ ചെയ്ത തെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ചെയ്യേണ്ടത് എന്നറിയാൻ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതുപോലെ കൃത്യമായിട്ട് ചെയ്താൽ ആ ആളെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ കൊണ്ടുവരാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇപ്പോൾ ഇതിൽ പറയുന്ന കാര്യം നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി അത് ചെയ്തു കഴിഞ്ഞാൽ നടക്കോ ഇല്ലേ എന്ന് നോക്കുക എന്ന രീതിയിലല്ല, വളരെ വിശ്വാസത്തോടു കൂടി നിങ്ങളതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ മുൻകൂട്ടി ഒരു പേപ്പറിൽ ആ വ്യക്തിയുടെ പേര് 11 പ്രാവശ്യം എഴുതി വെക്കണം. ആ എഴുതി വെച്ച പേപ്പറിൽ 3 തുളസി ഇല കൂടി ഇട്ടതിന് ശേഷം അത് മടക്കി വയ്ക്കുക. മടക്കി നമ്മുടെ കയ്യിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് രാവിലെ എഴുന്നേറ്റതിന് ശേഷം എഴുന്നേറ്റൊരു 10 മിനിറ്റ് നേരം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണം. നമ്മൾ എഴുന്നേറ്റ പാട് ബെഡിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നിലത്തോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാം, ചെയറിലോ എവിടെ വേണമെങ്കിൽ ഇരിക്കാം. ഇരുന്നതിന് ശേഷം നിങ്ങളിത് കയ്യിൽ പിടിച്ച് കണ്ണടച്ച് മനസ്സ് കുറച്ച് നേരം മറ്റ് ചിന്തകളിൽ നിന്നെല്ലാം വിട്ട് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുമായിട്ട് എങ്ങനത്തെ ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ജീവിതം നിങ്ങൾക്ക് ലഭിച്ചതായിട്ടും അത് കിട്ടിയതായിട്ടും ഒക്കെ നിങ്ങൾ മനസ്സിൽ കാണുക. ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നതും ഇരിക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്താണോ, ജീവിക്കുന്നത് എങ്ങനെയാണോ അതൊക്കെ നിങ്ങൾക്ക് ലഭിച്ച പോലെ നിങ്ങൾ ഈ കയ്യിൽ ഈ തുളസിയിൽ വെച്ച പേപ്പർ മടക്കി പിടിച്ചുകൊണ്ട് നിങ്ങളത് മനസ്സിലിങ്ങനെ കാണുക. ആ സമയത്ത് മറ്റ് ചിന്തകളിലേക്കൊന്നും നിങ്ങൾ പോകാതിരിക്കുക. ഈ ഒരു ചിന്തയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അത് നിങ്ങൾ കാണുക. തുടർച്ചയായിട്ട് നിങ്ങൾ 21 ദിവസം അത് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കാൻ തുടങ്ങും. പിന്നെ ചില ആളുകൾക്ക് ഇത് ലഭിക്കാതെ ഇരിക്കാനുള്ള കാരണം അവർ അത്ര ഏകാഗ്രതയോടുകൂടി അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുമാത്രമല്ല, ഇത് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ള സംശയം. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് നെഗറ്റീവായുള്ള ചിന്ത. ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് അന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ദിവസം മുഴുവൻ നമ്മൾ ആ കാര്യം നമ്മൾ എന്താണോ നമ്മൾ കണ്ണടച്ചിരുന്ന് കണ്ടത് അതേപോലെ തന്നെ ആയിരിക്കണം പകലും നമ്മൾ ചിന്തിക്കേണ്ടത്. അതെല്ലാം നടക്കും എന്നുള്ള രീതിയിൽ. അതല്ലാതെ ഇത് ചെയ്യുന്നത് വരെ മാത്രം നടക്കുമെന്നും ചെയ്തു കഴിഞ്ഞിട്ട് അയ്യോ എന്നെ വിട്ട് പോവുകയാണല്ലോ എന്നും ചിന്തിക്കരുത്. എല്ലാം ശരിയാവും എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ വ്യക്തി 21 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. അത് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ്. ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യരുത്. ഇതിനായിട്ട് നിങ്ങൾ മാനസികമായി 21 ദിവസം തയ്യാറായിക്കൊണ്ട് തന്നെ വേണം നിങ്ങളിതിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുക തന്നെ ചെയ്യും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ അതെല്ലാം ചെയ്ത് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.